എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് വാലിഡ് ആയതായിരിക്കും. പിന്നെ ഇത് ജനറൽ റീഡിംഗ് അല്ല, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വാലിഡ് ആവില്ല കേട്ടോ. നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറെ പേര് കാണുന്നുണ്ടല്ലേ, അപ്പൊ പലരുടെയും ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഈ നമ്പറിൽ ഒരു മെസ്സേജ് അയക്കണം കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും പറഞ്ഞു തരണം. അപ്പൊ ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. അപ്പൊ അതിന് നോക്കിയിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സിന് അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും, അടുത്ത ആഴ്ചയില് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? അപ്പൊ കാർഡ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് 6 ഓഫ് കപ്സ് ആണ് വന്നത്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോ ഒരു സന്തോഷം ഭൂതകാലത്തിൽ നിന്ന് വരുന്നു പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്ന് വെച്ചാ, ഇപ്പൊ നിങ്ങളുടെ പഴയ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ട, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ലവേഴ്സ് ആണെന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഇപ്പൊ മിണ്ടാതിരിക്കുകയാണ്, നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരിക, അവരെ കണ്ടൊരു സന്തോഷം ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാണെങ്കിൽ നല്ല നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവാൻ പോവാ, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു. പഴയത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പറഞ്ഞത്. ഇപ്പൊ ജോലി പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാ, നിങ്ങളിലേക്ക് സന്തോഷം വരുന്നു എന്നാണ് പറഞ്ഞത്. അത് സന്തോഷം വരുന്നത് കഴിഞ്ഞ കാലത്ത് നിന്നാണ്. ഇപ്പൊ ഒരു പങ്കിടലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ
കഴിഞ്ഞ വെച്ചാൽ കുറച്ചു കാലം മുന്നേ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഇപ്പൊ ഒത്തിരി അകന്നിരുന്നവരാണെങ്കിൽ ഇപ്പൊ അവര് കാണാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ബാല്യകാല സുഹൃത്തിനെ കാണോ, അല്ലെങ്കിൽ മുൻകാല ബന്ധം നല്ലതായിട്ട് നല്ല റിലേഷൻഷിപ്പ് നല്ലതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളിലേക്ക് നല്ലതിനായിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബിസിനസ്സിലൊക്കെ കഴിഞ്ഞ കാലത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ 5 of Pentacles ആണ് വന്നിരിക്കുന്നത്. 5 of Pentacles എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് കുറച്ചു പേർക്ക് അങ്ങനെയുണ്ട്. ഇത് കുറെ പേര് കാണുന്നില്ല. ഇപ്പൊ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണെന്ന് പറയാം. എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് അങ്ങനെ പൈസ ചെലവ് വരിക, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരിക, അങ്ങനെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ വിശ്വാസവും നഷ്ടപ്പെടാ, സാമ്പത്തികമായി വൈകാര്യമായി സുരക്ഷിതത്വം നഷ്ടപ്പെടാ, ജോലി നഷ്ടപ്പെടാ. കുറച്ചു പേർക്ക് അങ്ങനെ ജോലിയൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നിങ്ങളെ ലവേഴ്സ് ആണെങ്കിലും പരസ്പരമുള്ള വിശ്വാസ സ്നേഹമൊക്കെ നഷ്ടപ്പെടാനും കുറച്ചു പേർക്ക് സാധ്യതയുണ്ട്. ഒരു വേർപിരിയല്, രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കുറച്ചു പേർക്കൊക്കെ അങ്ങനെയുണ്ട്. കുറച്ചു പേർക്ക് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ ഒന്നിച്ചു കൂടും. ഇപ്പൊ കാണാതിരിക്കുന്നവരും മിണ്ടാതിരിക്കുന്നവരൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് ഒന്നിക്കുന്നാണ് പറഞ്ഞതാണ് കുറച്ചു പേർക്കൊക്കെ. പിന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കുറെ പേര് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചു പേർക്ക് നല്ലത് വരുന്നുണ്ട്, കുറച്ചു പേർക്ക് കുറച്ച് മോശമായിട്ടും വരുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. അത് സ്ഥലം മാറുന്നതിന് പറയുന്നു. എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തു നിന്നും സ്ഥലം മാറാനുള്ള ഒരു സാധ്യത അടുത്ത ആഴ്ചയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ജോലി സംബന്ധമായിട്ട് എവിടെയെങ്കിലും മാറിപ്പോവാനോ, അല്ലെങ്കിൽ ഇപ്പൊ വീട് മാറാനോ, എന്തെങ്കിലും ഫ്രീഡം കിട്ടുമെന്നാ പറയണേ. ഇപ്പൊ ഉള്ള സ്ഥലത്ത് നിന്നും നിങ്ങൾ വേറെ നല്ലൊരു സ്ഥലത്തേക്ക്, നല്ല ഫ്രീഡം കിട്ടുമെന്നാണ് പറയുന്നത്. നല്ല സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷ സമാധാനവും എല്ലാം നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയണത്. നല്ല വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. സ്വന്തം കഴിവ് അനുസരിച്ച് കുതിച്ചു ചാടുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. യാത്രയും പുരോഗതി നിങ്ങളിലേക്ക് യാത്ര ഉണ്ടാവും. നിങ്ങളിലേക്ക് എല്ലാ പുരോഗതി ഉണ്ടാവും. പുതിയ ആശയങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ സൂചിപ്പിക്കും. നല്ല ബുദ്ധിമാനും നല്ല അറിവ് ഉള്ള ആൾക്കാരാണെന്ന് പറയണത്. കേട്ടോ. പിന്നെ അടുത്തത് വന്നത് ഡെത്ത് കാർഡ് വന്നു. അപ്പൊ നിങ്ങളുടെ ലൈഫിലൊരു ഒരു മാറ്റം സംഭവിക്കാൻ പോണെന്നാണ് പറയണത്. പുതിയൊരു തുടക്കം സംഭവിക്കാൻ പോണെന്നാണ് പറയണത്. ഇപ്പൊ ഉള്ളതിന്നും മാറിയിട്ട് ഇപ്പൊ ദുഃഖം ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത് അതൊക്കെ മാറ്റി നല്ലൊരു കാലം വരാൻ പോകുന്നു. ന്യൂ ബിഗിനിങ് വരുന്നു. ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം, നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകും, നിങ്ങളിലേക്ക് അവര് തിരിച്ചു വരണു എന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പിൽ ഒരു പുതിയൊരു തുടക്കമാണ് ഇനി ഉണ്ടാവാൻ പോണത്. ലൈഫിലൊരു ന്യൂ ഐഡിയാസ് വരും, ചേഞ്ചസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു പറയണം. നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് വരുന്നു. അപ്പൊ എല്ലാം നിങ്ങൾക്ക് നല്ല, കുറച്ചു പേർക്കൊക്കെ അങ്ങനെയാണ്, നല്ലതാണ് വരുന്നത്. കുറച്ചു പേർക്ക് മാത്രത്തിൽ പ്രയാസങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്ത് വന്ന ടെമ്പറൻസ് ആണ്. സ്വന്തം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു മിതത്വം പാലിച്ച് ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ട് പോകാനാണ് പറയണത്. ലൈഫിലെ ഒരു ബാലൻസ് കൊണ്ടുപോവാ, സമാധാനം പാലിക്കുക, കൂടുതൽ ദേഷ്യവും വെറുപ്പൊന്നും കൂടാതെ മറ്റുള്ളവരടുത്ത് ദേഷ്യം കോപമൊന്നും വരാതെ സൂക്ഷിക്കുക. റിലേഷൻഷിപ്പില് മാരേജിനൊക്കെ നിങ്ങൾക്ക് സമയമായെന്നാണ് പറഞ്ഞത്. ലൈഫില് ആയാലും ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ട് പോകണം കേട്ടോ. മാരേജ് ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. പിന്നെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പുതിയൊരു ബന്ധത്തിനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന്റെ വിജയം വരുന്നു എന്നാണ് പറയുന്നത്. നല്ല സ്നേഹം, സന്തോഷം, ആരോഗ്യം, ഇതൊക്കെയാണ് പറയണത്. പുതിയ ഒരു യാത്രയ്ക്ക് തുടക്കം. ഇത് പ്രണയത്തെ കുറിച്ചുള്ള ഒരു കാർഡാണ്. നല്ലൊരു ബന്ധം വരണം എന്നാണ് പറയുന്നത്. ദൃഢമായ സ്നേഹബന്ധം വരണം എന്നാണ് പറയുന്നത്. പവിത്രമായ സ്നേഹം, ബിസിനസ്സിലൊക്കെ പുരോഗതി,
നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണെന്നാണ് പറഞ്ഞത്. സ്നേഹം കവിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നാണ് കുറച്ചു പേർക്കൊക്കെ പറഞ്ഞത്. കുറച്ചു പേർക്ക് ഓരോ പ്രയാസങ്ങളും ഉണ്ട്. ഇത് ഒരുപാട് പേര് കാണുന്നതല്ലേ. അപ്പൊ കുറച്ചു പേർക്ക് അടുത്ത ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും പരിക്കേൽക്ക, ഒരു കെണിയിൽ അകപ്പെട്ട പോലെ, ഒരു കുടുക്കിൽ അകപ്പെട്ട പോലെ, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരാ. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ആ വെല്ലുവിളികൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഈസി ആയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം. സ്വയം പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ നിങ്ങളുടെ സംസാരങ്ങളൊക്കെ നിങ്ങള് നിഷേധാത്മകമായ സ്വയം സംസാരം, കുടുങ്ങല്, അമിതമായി ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, ശക്തി, കാഴ്ചപ്പാടൊക്കെ നഷ്ടപ്പെടാ, അങ്ങനെയൊക്കെയാണ് കുറച്ചു പേർക്ക് പറയുന്നത്. കുറച്ചു പേർക്ക് വളരെ നല്ലതാണ്. പിന്നെ എംപ്രസ് വരുന്നുണ്ട്. ഇത് നിങ്ങളിലേക്ക് എന്തൊരു അബണ്ടന്റ് വരുന്നു എന്ന് പറയണ, ബിസിനസ്സിലായാലും നല്ല പ്രോഫിറ്റ് കിട്ടും എന്ന് പറയണ നല്ല സമയമാണെന്നാണ് പറയുന്നത്. നല്ല ഈശ്വരാധീനമുള്ള ആൾക്കാരാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ടു ഓഫ് പെന്റക്കൽസ് വന്നിട്ടുണ്ട്. ടു ഓഫ് പെന്റക്കൽസ് എന്ന് പറയുമ്പോ നിങ്ങൾ ഒരു സമയം രണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ജോലിയിലായാലും രണ്ട് ജോലിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഇപ്പൊ വീട്ടുകാർ കാണും, ഭാര്യ ഭർത്താവ് കാണുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുണ്ടെന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും. പുതിയ പുതിയ അവസരങ്ങൾ വരാം. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് തെരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് അതിനുള്ളൊരു ഇതാണ്. കബളിപ്പിക്കുക, നല്ല സ്വാധീനത്തിൽ പോരാട്, ബാലൻസ് ചെയ്യാൻ, നിലനിർത്തുക. രണ്ട് അവസരങ്ങളുണ്ട്, അതില് ഒന്ന് തെരഞ്ഞെടുക്കണം. അങ്ങനെ തെരഞ്ഞെടുക്കാനായിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കണോ, ഏത് തെരഞ്ഞെടുക്കണം എന്നൊക്കെ അറിയാതെ ഇങ്ങനെ ഒരു ടെൻഷനിലിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ 8 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് സോർട്സ് വന്നിട്ടല്ല. പിന്നെന്താണ്, ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെയാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീരാൻ പോണു. ഇനി നല്ലൊരു കാലഘട്ടത്തിന്റെ തുടക്കത്തെയാണ് പറയണത്. വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തെയാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അങ്ങനെയാണ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഇനി അതെല്ലാം മാറി നല്ലൊരു സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. ഇതൊരു പൂർത്തീകരണത്തിന്റെ കാർഡാണ്. അപ്പൊ നിങ്ങള് ഇപ്പൊ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതങ്ങളൊക്കെ തീർന്ന് ഇനി നല്ലൊരു സമയം വരുന്നു, നല്ലൊരു ബന്ധം വരുന്നു. പെട്ടെന്ന് ഇപ്പോഴത്തെ പ്രയാസങ്ങളൊക്കെ അവസാനിക്കാൻ പോകണം. നിങ്ങളുടെ ജോലിയൊക്കെ, ചിലവർക്ക് ജോലിയൊക്കെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടായിരിക്കാം, ബിസിനസ്സിലൊക്കെ തകർച്ച വന്നിട്ടുണ്ടായിരിക്കാം. ഇനി അതൊക്കെ മാറി ഇനി നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ, ലൈഫിലായാലും ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ അതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറഞ്ഞു. പിന്നെ ജസ്റ്റിസ് വന്നിട്ട് നിങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് പറയണത്. നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പോകണമെന്നാണ് പറയണത്. നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കോടതി കേസ് കാര്യങ്ങള്, ഡിവോഴ്സ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോണു എന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഐഡിയാസ് വരുന്നു. സ്ഥിരോത്സാഹം, ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞു. ബിസിനസ്സിലായും ലൈഫിലായും നല്ല നേട്ടങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയണത്. എല്ലാ കാര്യത്തിലും നല്ല ലാഭം ഉണ്ടാകും. ധനികനായ ഒരു അത്യാവശ്യം പൈസയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ധൈര്യമുള്ളവരാണ്. പുതിയൊരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടാണ്. നിങ്ങൾ പുതിയൊരു യാത്ര, ഒരു വിദേശ യാത്രയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനിപ്പോ വിദേശത്ത് പോകാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒരു വിദേശ യാത്ര പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എന്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ഇന്ന് പേഴ്സണൽ റീഡിങ് എടുക്കുന്നവർ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഒന്ന് ഇതില് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.